الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, സകല ലോകങ്ങളുടെയും നാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥമായ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളുമൊക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും
പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കാരുണ്യവാനായ നാഥനോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി വാഴുന്ന കാലത്ത് ഒരിക്കൽ ഖിലാഫത്ത് സമ്മേളനത്തിനിടെ ദേശവിരുദ്ധ പ്രസംഗം നടത്തി എന്ന കുറ്റമാരോപിച്ച് അലി സഹോദരങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും മൗലാന ഷൗക്കത്ത് അലിയെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുകയും കറാച്ചി സെൻട്രൽ ജയിലിൽ അടക്കുകയും ചെയ്തു. ആ ജയിലിൽ വെച്ച് ജയിൽവാസത്തിനിടയിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറും അദ്ദേഹത്തിന്റെ മാതാവായ അബാദി ബാനു ബീഗം എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബി അമ്മാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹദിയും തമ്മിൽ പരസ്പരം എഴുതിയിരുന്ന കത്തുകൾ പിൽക്കാലത്ത് കണ്ടെടുക്കപ്പെടുകയും അത് പ്രസിദ്ധീകരിക്കപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെഴുത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ പ്രിയപ്പെട്ട മാതാവിന് എഴുതുന്ന വരികൾ ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഉമ്മ, ഏറെ ത്യാഗം സഹിച്ച് എന്നെ വളർത്തി വലുതാക്കി തന്റെ പക്കലുള്ള ആഭരണങ്ങൾ പോലും വിറ്റ് സകല സൗകര്യങ്ങളും ഒരുക്കി എന്നെ വിദേശത്ത് പഠിക്കാനയച്ച പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് കരുതലാകേണ്ട, നിങ്ങൾക്ക് സംരക്ഷണവും പരിപാലനവും ശുശ്രൂഷയും നൽകേണ്ടുന്ന ഈ പ്രായത്തിൽ അതിന് കഴിയാത്ത വിധം ഞാൻ ശത്രുവിന്റെ ജയിലറയ്ക്കുള്ളിലാണല്ലോ. ഒരുപക്ഷെ ഞാൻ കഴുമരത്തിലേറ്റപ്പെട്ടേക്കാം. അതോർത്ത് എനിക്ക് ഒട്ടും ഭയമില്ല. പക്ഷേ നാളെ ദൈവസന്നിധിയിൽ വിചാരണവേളയിൽ നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി പറയും എന്ന കാര്യമോർത്ത് എനിക്ക് ഭയം തോന്നുന്നു. ഇതാണ് ഉമ്മാക്കുള്ള കത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ കുറിച്ചത്. ആ കത്ത് കിട്ടി വായിച്ച് ബി അമ്മാൻ ആ കത്തിന് മറുപടി കുറിച്ചപ്പോൾ ഇങ്ങനെ എഴുതി: ഞാൻ മക്കളെ പ്രസവിച്ചതും പഠിപ്പിച്ചു വളർത്തിയതും നാടിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി ശബ്ദിക്കാനും അതിനുവേണ്ടി പോരാടാനും തന്നെയാണ്. അത് നീ നിറവേറ്റിയിരിക്കുന്നു. ഒരു പോരാളിയുടെ മാതാവ് എന്ന പദവി നീ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നു. കഴുമരം വിധിക്കപ്പെട്ടാൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോകുമ്പോൾ നിന്റെ പാദങ്ങൾ, നിന്റെ കാലുകൾ പതറാതിരിക്കട്ടെ, നിന്റെ ഹൃദയം പിടയാതിരിക്കട്ടെ. ഇങ്ങനെയാണ് ആ ഉമ്മ മകനുള്ള കത്തിൽ കുറിച്ചത്. നമ്മൾ ഒരു ഓഗസ്റ്റ് 15 ഉള്ളത്. ഇന്ത്യ വളരെ ശ്രമകരമായി, ഇന്ത്യയിലെ ജനസമൂഹം
നിരന്തരമായ സമര പോരാട്ടങ്ങളിലൂടെ ഈ രാജ്യത്തെ അധിനിവേശം നടത്താൻ വേണ്ടി കടന്നുവന്ന യൂറോപ്യർക്കെതിരായ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ആഘോഷിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. പക്ഷേ സമകാലിക സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഇവിടെയുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് വിനഷ്ടമായ ഒരു സന്ദർഭത്തിലും നമ്മുടെ മുമ്പിലൂടെ ഒരു സ്വാതന്ത്ര്യ ദിനം കടന്നു പോകുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനം നമുക്ക് സമ്മാനിച്ച 1947 ഓഗസ്റ്റ് 15 മുമ്പ് ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് നടന്നിട്ടുള്ള അത്യുജ്വലമായ സമര പോരാട്ടങ്ങളെ, ആ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ധീരനായകന്മാരെ, ആ മാർഗത്തിൽ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ധീര രക്തസാക്ഷികളെ ഒക്കെ ഓർക്കേണ്ടുന്ന ഒരു സന്ദർഭമെങ്കിലുമാണ് നമുക്ക് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ഓർമ്മകളിൽ നിന്ന് ഇനിയും നമുക്ക് നടത്തേണ്ടുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുള്ള ഊർജവും അതിനുള്ള കാഴ്ചപ്പാടും അതിനുള്ള തന്ത്രങ്ങളും അതിനുള്ള ആവേശവുമൊക്കെ സ്വീകരിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഇന്ത്യക്കാരുടെ പങ്കിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധികളിൽ നിന്ന്, അതല്ല ഈ രാജ്യത്തിന്റെ പൗരാവകാശങ്ങളുടെ പരിധിയിൽ നിന്ന്, പൗരത്വത്തിന്റെ പരിധിയിൽ നിന്ന് ഒക്കെ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതകൾ, അത് മുസ്ലിങ്ങളായാലും ഈ രാജ്യത്തെ ദളിത് സമൂഹമായാലും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളായാലും, അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഇങ്ങനെ സംവിധാനിക്കുന്നതിൽ, ഈ രാജ്യത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിൽ മുഖ്യമായ പങ്കുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പുതുതായി അധിനിവേശം നടത്തുന്ന രാജ്യത്തിനകത്തു തന്നെയുള്ള രാജ്യവിരുദ്ധരായ ശക്തികൾ അവരുടെ ആധിപത്യവും ഭരണവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും സവിശേഷമായി കുറെ കാലങ്ങളായി ചെയ്തു കണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ മായ്ച്ചു കളയുക എന്നതാണ്. പല സ്വഭാവത്തിൽ ഘട്ടം ഘട്ടമായി നമ്മുടെ പഠന സംവിധാനങ്ങളിൽ, നമ്മുടെ പഠന സിലബസുകളിൽ നിന്ന്, അതേപോലെ തന്നെ രാജ്യത്ത് ജനശ്രദ്ധയിലുള്ള, ജനങ്ങളുടെ പരിഗണനയിലുള്ള വിവരശേഖരണ സംവിധാനങ്ങളിൽ നിന്ന് ഒക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ചരിത്രങ്ങൾ തേച്ചു മായ്ച്ചു കളയുകയും ഏറ്റവും ഒടുവിൽ വളരെ ഗൂഢമായ രീതിയിൽ ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഓഗസ്റ്റ് 15 പ്രധാനം ഓഗസ്റ്റ് 14 എന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ നാട്ടിലെ ഗവർണറും അതിനു മുമ്പ് 2021 തന്നെ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. അതിന്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വിഭജന ഭീതിയെക്കുറിച്ച്
ഉള്ള സ്മരണകൾ ഓഗസ്റ്റ് 14-നും 15-നുമൊക്കെയായി നടന്നുകൊള്ളട്ടെ എന്നതാണ് നേരത്തെ പ്രധാനമന്ത്രി 2021 പ്രഖ്യാപനം നടത്തുകയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സ്വാതന്ത്ര്യ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഗവർണർ കേരളത്തിലെ സർവകലാശാലകൾക്ക് സർക്കുലർ നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നരേഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരു വിഭജനം നടന്നിട്ടുണ്ട് എന്നും ആ വിഭജനം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തങ്ങൾക്കായി ഒരു രാജ്യം ആവശ്യപ്പെട്ട് അതവർക്ക് പകുത്തുകൊടുത്ത് അവരുടെ അവകാശവും വാങ്ങി അവരിവിടുന്ന് പോയവരാണെന്നും അതുകൊണ്ട് പിന്നീട് അവശേഷിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം ഓഗസ്റ്റ് 15 നിലവിൽ വന്നിട്ടുള്ള ഒരു രാജ്യത്ത് അവകാശം പറഞ്ഞ് അവർ ഈ നാട്ടിൽ നിന്നത് അനീതിയാണ് എന്നും അന്യായമാണ് എന്നും അതുകൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് പൗരാവകാശങ്ങളിൽ നിന്ന് ഈ രാജ്യത്ത് നിന്ന് തന്നെ പടിയിറക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു കാര്യം പല രീതിയിലൂടെ നിയമങ്ങളിലൂടെയും ഭരണത്തിന്റെ നിർവഹണത്തിലൂടെയും ഒക്കെ ഈ രാജ്യത്ത് സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യം അത് വീണ്ടും കൂടുതൽ കൃത്യതയിൽ അവതരിപ്പിക്കുകയും അതുവഴി ഇപ്പോൾ തന്നെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധമായ ദളിത് വിരുദ്ധമായ ഉന്മൂലന ശ്രമങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യുക എന്ന രീതിയിലേക്കാണ് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ വഴിതിരിച്ചു വിട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. നിലവിൽ തന്നെയും ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ മുസ്ലിം വിരുദ്ധമായ ഒരു മനസ്സ് സൃഷ്ടിച്ച് ദളിത് വിരുദ്ധമായ ഒരു മനസ്സ് സൃഷ്ടിച്ച് ഈ രാജ്യത്തെ യഥാർത്ഥ അവകാശികളായ ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യമായ പങ്കുവഹിച്ച ജനവിഭാഗങ്ങൾ എന്നിട്ട് ചരിത്രപരമായ കാരണങ്ങളാൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തവർ ഭരണഘടനാപരമായി സംവരണ ആനുകൂല്യങ്ങൾ നിയമമായി കൽപ്പിക്കപ്പെട്ടിട്ട് പോലും അത് അട്ടിമറിച്ചുകൊണ്ട് അവർക്ക് ആ അവകാശങ്ങൾ കിട്ടാതെ പോയ സാഹചര്യമുണ്ടായ ഒരു പശ്ചാത്തലമാണ് ഈ രാജ്യത്തിലുള്ളത്. അവിടെയാണ് വീണ്ടും വർഗീയ ഫാഷിസം ഭരണം കൈയാളിയ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രങ്ങളെക്കുറിച്ചുള്ള ഈ രാജ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ വിവരങ്ങൾ അതൊക്കെ അട്ടിമറിക്കപ്പെട്ട് പുതിയ ചരിത്ര നിർമ്മിതിയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ചരിത്രം, യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഇന്ത്യ സ്വതന്ത്രമായതിന്റെ ചരിത്രം, അതേപോലെ തന്നെ ആ മാർഗത്തിൽ ഈ രാജ്യത്തുള്ള വിവിധ ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങളും ദളിതുകളും അടക്കമുള്ള വിവിധ ജനവിഭാഗങ്ങൾ നിർവഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ചുള്ള ചരിത്രം, ഇതൊക്കെ പൊടിതട്ടിയെടുക്കുകയും ഇതൊക്കെ ഊക്കിൽ അവതരിപ്പിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടുന്ന കാലത്താണ്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിലുള്ള കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആനുപാതികമായ പങ്കാളിത്തം പോലുമല്ല ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നത് എന്നതാണ് ചരിത്രം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തെ അടിസ്ഥാന പൗരന്മാരാണ്. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിത്രീകരിക്കുന്നത് പോലെ അവർ പാടെ ഒരന്യ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് കുടിയേറി വന്ന് ഇവിടെ അധിനിവേശം നടത്തി ഇവിടെ താമസമാക്കിയവരല്ല. ഇവിടെ തന്നെയുള്ള ജനങ്ങൾ, ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ള ഇന്ത്യക്കാരായ ജനങ്ങൾ അവരുടെ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ അറിവിനോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് ഒരു ജീവിത വ്യവസ്ഥ അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ജീവിത പദ്ധതിയെ അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാർഗദർശനമായി സ്വീകരിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്തത്. അവരിലേക്ക് കടന്നു വന്ന ആ മതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിത വ്യവസ്ഥ അത് പുറത്തുനിന്ന് കടന്നു വന്നതാണ് എന്നത് മാറ്റി നിർത്തിയാൽ ആ ജനവിഭാഗം ഈ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്നവരാണ്.
ഈ രാജ്യത്തുള്ള ജനങ്ങൾ അവർ തങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴി, ഒരു മാർഗദർശനത്തെ സ്വീകരിച്ചു എന്നത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രത്തെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഏതോ തരത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നവർ, അതുകൊണ്ട് ഇവിടെ നിന്ന് പുറന്തള്ളപ്പെടേണ്ടവർ, ഇവിടെ കഴിയുകയാണെങ്കിൽ തന്നെ ജീവന് ഒരു സുരക്ഷയും കൽപ്പിക്കേണ്ടതില്ലാത്തവർ എന്നുള്ള നിലക്കുള്ള സാഹചര്യങ്ങളിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യങ്ങൾ, വാർത്തകൾ നമ്മുടെ മുമ്പിലുള്ളത്. എത്ര ആളുകളാണ് മുസ്ലിം നാമധാരിയായതിന്റെ പേരിൽ, ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പേരിൽ, മുസ്ലിമായി ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതിന്റെ പേരിൽ തെരുവുകളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാകുന്നത് എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടുന്ന സന്ദർഭമാണിത്. മുസ്ലിങ്ങൾ മാത്രമല്ല അക്കാര്യം ആലോചിക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ 65% എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഈ രാജ്യത്തെ ജനസംഖ്യ ആനുപാതികമായ അളവിനും അപ്പുറത്ത് കോൺട്രിബ്യൂഷൻസ് നൽകിയ, സംഭാവനകൾ നൽകിയ ഒരു സമൂഹം ഇന്ന് തെരുവുകളിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരല്ല, രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രകുത്തപ്പെട്ട് എന്തെങ്കിലും വിഘടനവാദമോ എന്തെങ്കിലും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളോ നടത്തിയതിന്റെ പേരിലല്ല, പേരൊന്നുകൊണ്ട് മാത്രം, പേരങ്ങനെയായി അല്ലെങ്കിൽ ആ സമുദായമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ മാത്രം വലിയ ജീവന് നേരെയുള്ള, സമ്പത്തിന് നേരെയുള്ള ഒക്കെ ഭീഷണികൾക്ക് ഇരയാവുകയും യഥാർത്ഥത്തിൽ തന്നെ അപകടത്തിൽപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഏറ്റവും സവിശേഷമായ ഒരു കാര്യമാണിത്. അതേസമയത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന്റെ പാതയിൽ മുസ്ലിം സമൂഹം വഹിച്ചിട്ടുള്ള പങ്ക് വെച്ചുകൊണ്ടുള്ളൊരു അവകാശം മുസ്ലിം സമൂഹത്തിന് ഈ രാജ്യത്ത് നൽകാൻ തീരുമാനിച്ചാൽ അതൊരുപക്ഷെ ഈ രാജ്യത്തിന്റെ ഏറ്റവും മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ അർഹതയും യോഗ്യതയും അവകാശമുള്ള ഒരു സമുദായമാണിത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലിയും മാത്രമല്ല, അലി സഹോദരന്മാർ മാത്രമല്ല, അവരുടെ ഉമ്മ നേരത്തെ പറഞ്ഞ മക്കൾക്ക് ജയിലറയിൽ കഴിയുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മയെ സേവിക്കുക എന്ന സാധുവായ ഒരു സേവന പ്രവർത്തനമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളെ ഞാൻ പഠിപ്പിച്ച് വളർത്തിയത് തന്നെ. അവരുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ മൗലാന മുഹമ്മദ് അലിയുടെ 5-ാം വയസ്സിൽ തന്നെ അവരുടെ പിതാവ് ബി അമ്മാന്റെ ഭർത്താവ് ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു കാലത്ത് ഒരു പുനർവിവാഹത്തെക്കുറിച്ച് പോലും ആലോചിക്കാതെ യുവതിയായ വിധവയായ ഒരു സ്ത്രീ തന്റെ കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ട്, അധ്വാനങ്ങൾ കൊണ്ട് തന്റെ മക്കളെ പോറ്റി വളർത്തുകയും അങ്ങനെ പോറ്റി വളർത്തുമ്പോൾ തന്നെയും അവർ തന്നെയും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു എന്നതാണ്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലേക്ക് സാക്ഷാൽ ഗാന്ധിജിയുടെ തന്നെ നിർദ്ദേശപ്രകാരം വനിതകളെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു മഹതിയായ സ്ത്രീയാണ് ബി അമ്മാൻ എന്ന് പറയുന്നത്. അവർ മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ സ്വാതന്ത്ര്യ 1857 നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര സന്ദർഭത്തിൽ 225 വനിതകളാണ് ബ്രിട്ടീഷുകാരാൽ രക്തസാക്ഷിത്വത്തിന് അർഹരായിട്ട് തീർന്നിട്ടുള്ളത് എന്നതാണ് ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. വനിതകളായി പോലും അത്ര വലിയ എണ്ണം, വലിയ സംഖ്യ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളവരാണ് എന്ന ചരിത്രമാണ്. ഈ ചരിത്രമൊന്നും ഇന്ന് നമുക്ക് പോലും അറിയില്ല, അറിയേണ്ടവർക്ക് പോലും അറിയില്ല. നമ്മളെപ്പോലും വളരെ സെലക്റ്റീവായ അന്വേഷണം, വളരെ സെലക്റ്റീവായ ചില മറവികൾ ബാധിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് മാത്രം പഠിക്കുന്ന ഒരു രീതിയിലേക്ക്, തരംതാണ ഒരു രാഷ്ട്രീയ ബോധത്തിലേക്കും സാമൂഹിക ബോധത്തിലേക്കും ചരിത്രബോധത്തിലേക്കും നമ്മൾ തരംതാണിരിക്കുന്നു എന്നത് മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഒരു ദുര്യോഗമാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ രാജ്യത്ത് ഒരു പൂച്ചയും പട്ടിയും പോലും ബ്രിട്ടീഷുകാരന്റെ അടിമത്തത്തിൽ നിലകൊള്ളുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പടനയിച്ച, മുൻനിരയിൽ നിന്ന് പടനയിച്ച മഹതിയായ സ്ത്രീ കൂടിയാണ് അലി സഹോദരങ്ങളുടെ ഉമ്മയായ ബി അമ്മാൻ അഥവാ അബാദി ബാനു ബീഗം എന്ന് പറയുന്നത്.
ആ ചരിത്രങ്ങളൊക്കെയും ഈ രാജ്യത്തിന്റെ ചരിത്രമായി അവശേഷിക്കുന്നതിന് പകരം നമ്മൾ ഉള്ളത് ഒരു സ്വാതന്ത്ര്യദിനം കടന്നു വരുന്ന സമയത്ത് വളരെ സമൂലമായിട്ട് തന്നെ ഈ രാജ്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിന്റെ ഭരണഘടനയിലൂടെ ഉറപ്പുവരുത്തി നൽകപ്പെട്ടിരുന്ന പൗരാവകാശങ്ങളൊക്കെയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെക്കുറിച്ചുമുള്ള വർത്തമാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ രാജ്യത്തിന്റെ നേതാക്കന്മാർ നമ്മുടെ മുമ്പിൽ ഉയർത്തിവിട്ടിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, അതിനുള്ള പ്രചോദനങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു കാലത്ത് കൂടിയാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെയല്ലാതെ ജനാധിപത്യപരമായ പരിധികളിൽ നിന്നുകൊണ്ട് നടക്കേണ്ടുന്ന കാലത്തോളം നടക്കേണ്ടുന്ന ഒരു പോരാട്ടം, അതിനപ്പുറത്ത് ഒരുപക്ഷെ അതിന്റെ പരിധികളും വിട്ടുകൊണ്ടൊരു പക്ഷേ ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരകാലത്തെ പോരാട്ടങ്ങൾ പോലെയുള്ള ധീരമായ പോരാട്ടങ്ങൾ നടക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ. നമ്മൾ ജനാധിപത്യം എന്ന് കരുതി ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള ഭരണകൂടങ്ങളൊന്നും യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വഴികളിലൂടെയല്ല രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നും വോട്ട് ചോരിയിലൂടെ, കൃത്യമായ വോട്ട് കൊള്ളയിലൂടെ ആണ് ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ട് ഇപ്പോൾ ഭരണകൂടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനോട് വോട്ട് കൊള്ള നടത്തിയ ആളുകളുടെ പ്രതികരണം അതിനേക്കാൾ അപകടകരമാണ്. ഇനിയും നടത്തും, ഇനിയും ഞങ്ങൾ അങ്ങനെ ചെയ്യും, 2029 അത് ചെയ്യും, 2034 അത് ചെയ്യും, അങ്ങനെ ഞങ്ങൾ ഈ ഭരണം നിലനിർത്തും എന്ന വെല്ലുവിളികളല്ലാതെ സംഭവിച്ചു കഴിഞ്ഞ വലിയ അളവിലുള്ള ഒരു കൃത്രിമത്വം നമ്മൾ ചിലരൊക്കെ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും ജനാധിപത്യപരമായി ഉൾക്കൊള്ളുകയും ജയിച്ചവൻ ഭരണം നടത്തട്ടെ എന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന പതിവുമാണ് നിലവിലെ ജനാധിപത്യ സംസ്കാരത്തിൽ നമുക്കുള്ളത്. പക്ഷേ അതിനെയൊക്കെ കൊഞ്ഞനം കുത്തും വിധം യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സ്വതന്ത്രമായ സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണകൂടങ്ങളല്ല ഉണ്ടാകുന്നത്. വളരെ കൃത്രിമമായി, വൃത്തികെട്ട സ്വഭാവത്തിൽ, വളരെ വ്യാജമായി, കള്ളത്തരത്തിലൂടെ വോട്ടുകൾ ഉണ്ടാക്കുകയും ആ വോട്ടുകൾ രേഖപ്പെടുത്തുകയും അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന ചർച്ച രാജ്യത്തിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ മുമ്പിലേക്ക് ആ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള തൊട്ടടുത്തുള്ള ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഒരു സ്വാതന്ത്ര്യ ദിനം നമുക്കിടയിൽ വളരെ വൃത്തികെട്ട സ്വഭാവത്തിൽ തന്നെ ആഘോഷിക്കപ്പെട്ട് കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഔദ്യോഗികമായ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെയും ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗം പോലും ഒരു തനി RSS പ്രഭാഷണമായി, RSS പ്രസംഗമായി മാറി എന്ന പരാതി പ്രതിപക്ഷ കക്ഷികൾക്ക് ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാം കൈവിട്ടുപോയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാവുന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാത്തു സംരക്ഷിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ, നമ്മുടെ ജനാധിപത്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും എന്ന് പറഞ്ഞാൽ ആ പൗരാവകാശങ്ങളിൽ തന്നെയും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യത്ത് സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം പോലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ വളരെ കടുത്ത പോരാട്ടങ്ങൾ, നമ്മുടെ ഈ മറവിയും നമ്മുടെ ഈ നിസ്സംഗതയും നമ്മുടെ ഈ നിശബ്ദതയും ഒക്കെ ഭേദിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടായേ മതിയാകൂ എന്ന സൂചനകളാണ്, എന്ന സന്ദേശമാണ് ഒരു സ്വാതന്ത്ര്യ ദിനം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ മുൻകൈയിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളുടെയൊക്കെ അടിസ്ഥാന പ്രചോദനം എന്ന് പറയുന്നത്
എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതിന്റെ മുൻപന്തിയിലുണ്ടായി എന്ന ചോദ്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള മറുപടി ബ്രിട്ടീഷുകാർ തന്നെയും തിരിച്ചറിഞ്ഞ മറുപടി അത് അവർ അകമേ പേറുന്ന അവരുടെ ആദർശവും അവരുടെ വിശ്വാസവും ഇസ്ലാം ദീൻ അടിമത്തത്തിനെതിരായി അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഭാവവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് തൗഹീദിന്റെ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹുവല്ലാത്ത മറ്റൊരാളുടെയും അടിമത്തത്തെ വകവെച്ച് തരികയില്ല എന്ന കലിമത്തു തൗഹീദിന്റെ പ്രഖ്യാപനത്തിന്റെ അനുബന്ധമായി കടന്നു വരുന്നതാണ് തങ്ങൾക്ക് മേൽ ആധിപത്യം പുലർത്താൻ, അധിനിവേശം പുലർത്താൻ, തങ്ങളുടെ മേൽ യജമാനന്മാരാകാൻ ഒരു ശക്തിയെയും തങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടി തങ്ങളുടെ ഇഷ്ടത്തോടുകൂടി തെരഞ്ഞെടുക്കുന്ന ഒരു ശക്തിയെയും അല്ലാതെ മറ്റൊരു ശക്തിയെയും ഒരധിനിവേശത്തെയും അംഗീകരിക്കുകയില്ല എന്ന കാര്യം. അപ്പോ ആ നിലക്ക് ദീനീയായ പ്രചോദനങ്ങൾ കൂടി ഉൾച്ചേരേണ്ടുന്ന വിധം നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെയുള്ള പോരാട്ടങ്ങൾക്കുള്ള മനസ്സും ശക്തിയും കരുത്തും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ സവിശേഷമായി ഓർമ്മപ്പെടുത്തുകയാണ്. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وأصحابه أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا إننا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصرنا على القوم الظالمين. اللهم انصرنا على الحكام الظالمين. اللهم إنهم طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربنا صوت عذابك. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا في فلسطين. اللهم انصرهم في غزة. اللهم انصر المجاهدين في غزة. اللهم أطعم جائعهم. اللهم اكسو عاريهم. اللهم اسق عطشهم. اللهم داوي جرحاهم. اللهم تقبل شهداءهم. اللهم انصرهم واهزم أعداءهم يا رب العالمين. اللهم اهزم دولة إسرائيل. اللهم أزل دولتهم من هذه الأرض يا رب العالمين. ربنا اطمس على أموالهم واشدد على قلوبهم يا ذا الجلال والإكرام يا حنان يا منان. اللهم إنا نشكو إليك ضعف قوتهم وقلة حيلتهم. اللهم إنا نشكو إليك اللهم إنا نشكو إليك ضعف قوة إخواننا في فلسطين وقلة حيلتهم وهوانهم على الناس، فلا تكلهم إلى أنفسهم ولا إلى غيرهم طرفة عين ولا أقل من ذلك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله.